മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾക്ക് അപ്പമില്ലാത്തത് കൊണ്ട് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചുവോ? സ്നേഹമുള്ളവരെ, ദൈവം കൈപിടിച്ച് നയിച്ച വഴികൾ ജീവിതത്തിൽ പച്ചക്കെടാതെ ഓർത്തെടുക്കാൻ ഉള്ളപ്പോഴും അതൊക്കെ മറന്നു പോകുന്ന മന്ദതയുടെ ജീവിതമാണോ നിൻ്റേതെന്ന് ക്രിസ്തു ചോദിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചില്ലേ? 5 അപ്പം 5000 വിളമ്പിയതിൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? 7 അപ്പം 4000 പേർക്ക് വിളമ്പിയതിൻ്റെ കഥയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞുപോയോ? ഇത്രയുമൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടും ഇപ്പോൾ ഇതൊക്കെ മറന്നു പോകുന്ന മന്ദത, ആത്മീയ മന്ദത നിൻ്റെ ജീവിതത്തിൽ പരന്നിട്ടുണ്ടോ? ഈ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ നന്മയ്ക്ക് നന്മയെന്നും തിന്മയ്ക്ക് തിന്മയെന്നും പറയാതെ ഒരു മന്ദത, കെട്ട അനുഭവത്തിൻ്റെ ഉടമയാണോ നിൻ്റെ ജീവിതത്തിൽ ഈ മന്ദത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പാപമാണ്. അത് നിന്നെ വല്ലാതെ തകർത്ത് കളയും. ജീവിതത്തെ ഉലച്ച് കളയുന്ന ഏറ്റവും വലിയൊരു പാപമാണ്, അവസ്ഥയാണ് മന്ദത, ആത്മീയ മന്ദത, മരവിച്ച അനുഭവം, ഒരു കൃപയുടെ അനുഭവം മന്ദീഭവിച്ചു പോയോ നിൻ്റെ ജീവിതത്തിൽ? പരിശുദ്ധ സുവിശേഷം ഓർമ്മിപ്പിക്കുക, മന്ദത, ഈ കെട്ട അനുഭവങ്ങളെ ഉടച്ചു വാർക്കാനുള്ള കാലയളവാണ് ഈ നോമ്പിൻ്റെ കാലയളവ്. ഒന്ന് എഴുന്നേൽക്കാം, സടകുടഞ്ഞെഴുന്നേൽക്കാം, എഴുന്നേറ്റ് കൃപയിൽ വേരുറയ്ക്കാം. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.